സ്വർഗസ്ഥ പിതാവിൻ്റെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെയും നാമത്തിലെ സ്നേഹവന്ദനം ഈ ഹോളി ശബ്ദ കാഴ്ചപരിധിയിലായിരിക്കുന്ന ഏവരെയും അറിയുകയാണ്. ദൈവത്തിൻ്റെ ജീവനും സമാധാനവും എല്ലാ ഐശ്വര്യവും നിങ്ങൾ സമൃദ്ധമായി വാഴുവാനിടയാകട്ടെ. Greetings of love in the name of our Heavenly Father and our Lord Jesus Christ to everyone who is present here in this hall and to everyone listening to this via online media. May God's life, peace and prosperity reign abundantly in your life. ശരി, എക്കോ ഉണ്ടെന്ന് അകത്തി പിടിച്ചോട്ടോ. പ്രിയ സഹോദരങ്ങളെ, ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് എൻ്റെ ഹൃദയത്തിൽ കാണുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത് ഒരു മാഗ്നറ്റ്, ഉയരത്തിൽ നിന്നൊരു മാഗ്നറ്റ് നമ്മളെ വലിക്കുകയാണ് മുകളിലേക്ക്. കാര്യം മനസ്സിലാവുന്ന ചിന്തിക്കുന്നു. ഒരു മാഗ്നറ്റ് താഴെ കുറെ പിന്ന് കിടക്കുന്നു, ഒരു മാഗ്നറ്റ് ഒന്ന് വലിക്കുമ്പോൾ പിന്ന് ചാടിപ്പോകുന്നു. പക്ഷേ ഇവിടെ സ്വർഗീയമായ ഉയരത്തിൽ നിന്നൊരു മാഗ്നറ്റ് വരുന്നു. അട്രാക്റ്റ് ചെയ്യുവാൻ ശ്രമിക്കുന്നത് നമ്മളെയാണ്, നമ്മൾ ഓരോരുത്തരെയാണ്. ചുരുക്കി പറഞ്ഞാൽ ജഡമണ്ഡലത്തിൽ കിടക്കുന്ന നമ്മളെ ആത്മമണ്ഡലത്തിലേക്ക് സ്വർഗത്തിലെ ദൈവം വലിച്ചു കയറ്റാൻ വേണ്ടി പ്രവർത്തിക്കുകയാണ്. Dear brothers, so as pastor is standing here, an image that is coming to his mind is that of a magnet. You know that when we have a bunch of pins on the ground, and if you bring a magnet near it, the pins get pulled out of the ground and will stick to the magnet. Similarly, the image that pastor is getting is that of a magnet, but what the magnet is pulling is not pins, but us, the spiritual beings, that is us, from this realm of flesh into the realm of the spirit. ആറിൽ നിന്ന് ഏഴിലേക്ക് ദൈവം വലിച്ചു കയറ്റാൻ ശ്രമിക്കുകയാണ്. ജഡത്തിൽ നിന്ന് ആത്മാവിലേക്ക് ദൈവം വലിച്ചു കയറ്റാൻ ശ്രമിക്കുകയാണ്. ഭൂമിയിലെ പൗരത്വത്തിൽ നിന്ന് സ്വർഗീയ പൗരത്വത്തിലേക്ക് ദൈവം വലിച്ചു കയറ്റാൻ ശ്രമിക്കുകയാണ്. ഇനിയും ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പൻ. എന്നാൽ ഇത് ശ്രദ്ധിക്കാതെ പോകുന്ന വലിയൊരു കൂട്ടത്തെയാണ്, ഈ അട്രാക്ഷനിൽ പെടാതെ പോകുന്ന വലിയൊരു കൂട്ടത്തെയാണ് കാണുന്നത്. അവരോട് ദൈവം ആലോചന പറയുകയാണ്, നിങ്ങൾ പെട്ടുപോകും. What pastor is saying is God trying to pull from 6 to 7, God trying to pull from flesh into the spirit. The Bible says that from now on we should not think about, in Colossians we should not think about what is in the world, but we should think about, our mind should be set on what is in the heaven, what is in heaven. And God is trying to pull all of us into from thinking about what is in this world to think from into thinking about what is in heaven. And what pastor is saying is that there is a large proportion of people on whom this attraction is not being applied, it's not affecting those people, and to those people God is giving a message that you will get trapped. ദൈവം മനുഷ്യരോട് പറയുന്ന സന്ദേശം ഇതാണ്: 6 ആകുന്നതിന് മുമ്പ് നീ 7ലേക്ക് രക്ഷപ്പെട്ടോ. 666 ആകുന്നതിന് മുമ്പ് മോനെ നീ 7ലേക്ക് രക്ഷപ്പെട്ടോ, മോളെ നീ 7ലേക്ക് രക്ഷപ്പെട്ടോ, അല്ലെങ്കിൽ ഇരുട്ട് നിന്നെ പിടിക്കും. So the message that God is giving to you, going to all of us, is that before 6 turns into 666, escape
escape to 7. ഹല്ലേലൂയ. ടൈറ്റിൽ വ്യക്തമായി കേട്ടെന്ന് ചിന്തിക്കുന്നു. 6 3 ആകുന്നതിന് മുമ്പ് 666 ആകുന്നതിന് മുമ്പ് നീ 7ലേക്ക് രക്ഷപ്പെട്ടോ, അല്ല എങ്കിൽ ഇരുട്ട് നിങ്ങളെ പിടിക്കും എന്നാണ് ദൈവാലോചന. അതുകൊണ്ട് ശ്രദ്ധയോടെ ഇത് മനസ്സിലാക്കി സ്വർഗത്തിലെ ദൈവം നമ്മളെ 6 നിന്ന് 7ലേക്ക് സക്കിയുകയാണ്. സ്വർഗത്തിലെ പൗരത്വം നൽകി മക്കളെ ഇനിയും ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിനെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ സഖിയുമ്പോൾ ആ ദൈവിക അട്രാക്ഷനിൽ കുടുങ്ങുവാൻ നമ്മളെ തന്നെ സ്വയത്തെ ത്യജിച്ചേൽപ്പിച്ചു കൊടുക്കുക. So dear brothers, the message is before 6 turns into 666, escape to 7. If not, you will get trapped in darkness. God is trying to suck all of us, pull all of us by giving us citizenship of heaven. He is trying to pull us out of the citizenship of this world, of the flesh. And what God wants us is to help, wants us to do is to deny ourselves so that we can get trapped into that pull of God, that we can get pulled in by that sucking force from God. പ്രിയ സഹോദരങ്ങളെ, വിശുദ്ധ ബൈബിളിൽ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ പറയുന്ന ഒരു വേർഡുണ്ട്. വെളിപ്പാട് 13 അവസാന വേർഡ്. ഇവിടെ ജ്ഞാനം കൊണ്ട് ആവശ്യം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നമ്പർ പറയുന്നുണ്ട്, 666. അതൊരു മനുഷ്യന്റെ നമ്പർ എന്ന് പറഞ്ഞുകൊണ്ടാണ് പറയുന്നത്. അതിൻ്റെ പുറകിലുള്ള ചിന്ത എന്ന് പറയുന്നത് അത് ഒരു ഈവിൾ പെർഫെക്ഷനാണ്. അതായത് പിശാചിന്റെ സന്തതി അതിൻ്റെ പൂർണ്ണതയിൽ വെളിപ്പെടുകയാണ്. വായിച്ചാട്ടെ, വെളിപ്പാട് 13:18. ഇവിടെ ജ്ഞാനം കൊണ്ട് ആവശ്യം, ബുദ്ധിയുള്ളവൻ മൃഗത്തിന്റെ സംഖ്യ ഗണിക്കട്ടെ, അതൊരു മനുഷ്യന്റെ സംഖ്യ അത്രേ, അതിന്റെ സംഖ്യ 666. 666. ഇനി നാം ഇവിടെ മനസ്സിലാക്കണമെങ്കിൽ ദൈവത്തിന്റെ നമ്പറായി നാം കാണുന്നതാണ് 7, മനുഷ്യന്റെ നമ്പറായി കാണുന്നതാണ് 6. ദൈവം 6-ാം ദിവസമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. എന്നാൽ 7-ാം ദിവസമാണ് ദൈവം പെർഫെക്റ്റ് ചെയ്തത്, അനുഗ്രഹിച്ച് പൂർത്തിയാക്കിയത്. മനുഷ്യൻ ഇൻകംപ്ലീറ്റ് ആണ്. 7ലേക്ക് കടന്നാലേ 6ലെ മനുഷ്യൻ കംപ്ലീറ്റ് ആവുള്ളൂ. ഹല്ലേലൂയ. മനുഷ്യനെ എപ്പോഴും ദൈവം ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്. ജഡത്തിൽ നിന്ന്, ജഡമണ്ഡലമാണ് 6, ആത്മമണ്ഡലമാണ് 7. ജഡത്തിൽ നിന്ന് ആത്മാവിലേക്ക് ദൈവം ഇതാ നമ്മളെ വലിച്ചു കയറ്റാൻ ശ്രമിക്കുകയാണ്, ഒരു മാഗ്നറ്റ് എന്നതുപോലെ. Dear brothers, if you look at Revelation chapter 13, the last verse, we see a number being mentioned over here. It is being mentioned that here is wisdom, let him who has understanding calculate the number of the beast. His number is 666. It is said that it is the number of a man. So, dear brothers, what we see over here is that the children of the devil are reaching their perfection, and that is what we see in this prophecy over here. So, the reason for this being that if you look at the Bible, the number for man is 6, because if you look at the Bible, it is in the 6th day that man was created. But the number for God is 7, because it is in the 7th day that God completed the creation and God blessed it. So what God has been trying to do all this while is to basically pull us, to suck us from this fleshly realm into the spiritual realm, to pull us from this 6 into the 7, and that's what God has been trying to do all this while. പ്രിയ സഹോദരങ്ങളെ, ചുരുക്കി പറഞ്ഞാൽ ഈ സന്ദേശം ഇതാണ്. ഉൽപ്പത്തി 3:15 പറഞ്ഞിരിക്കുന്ന സർപ്പത്തിന്റെ സന്തതി
വെളിപ്പെടുന്നതിന് മുമ്പ് ഉൽപ്പത്തി 3:15 പറഞ്ഞിരിക്കുന്ന സ്ത്രീയുടെ സന്തതിയായി നീ ജയം പ്രാപിക്കുക. മനസ്സിലാക്കാൻ അല്പസമയം എടുക്കും. ഉൽപ്പത്തി 3:15 പറഞ്ഞിരിക്കുന്ന സർപ്പത്തിന്റെ സന്തതി, നമ്മൾ ആരും ശ്രദ്ധിച്ചിട്ടുണ്ടാകത്തില്ല അത്. ആ സന്തതി വെളിപ്പെടുന്നതിന് മുമ്പ് അവിടെ പറഞ്ഞിരിക്കുന്ന സ്ത്രീയുടെ സന്തതിയായി നാം ജയം പ്രാപിക്കുക, അല്ല എങ്കിൽ ഈ സർപ്പത്തിന്റെ സന്തതി നിങ്ങളെ തകർത്ത് കളയുവാനിടയാകും. So, dear brothers, the message of today's sermon is basically this. Before the seed of the serpent that is mentioned in Genesis chapter 3 verse 15. So if you look at that verse carefully, you will see two seeds, the seed of the woman and seed of the serpent. So the title of today's message is basically, the summary of today's message is basically this. Before the seed of the serpent is manifested, is revealed in this world, transformed so that we become the seed of the woman and we attain victory as the seed of the woman, and only by doing that will we escape. ശ്രദ്ധിക്കുക, ഇതിൽ ഒരു സാധാരണ മനുഷ്യൻ ഇത് മനസ്സിലാക്കാൻ അല്പം പ്രയാസമുണ്ട്. ആ സാധാരണ മനുഷ്യൻ സ്ത്രീ എന്ന് ചിന്തിക്കുമ്പോൾ അവർ ചിന്തിക്കുന്നത് ഉടനെ തന്നെ ഈ കൂട്ടത്തെയാണ്. ഈ കൂട്ടത്തെ അല്ല ഇവിടെ സ്ത്രീ എന്ന് പറയുന്നത്. ബേസിക്കലായി അതിന്റെ ഫസ്റ്റ് പാർട്ട് ഈ കൂട്ടം വരുന്നുണ്ട്, ഇവിടെ ആയിരിക്കുന്ന സ്ത്രീകളുടെ ഭൂമിയിലായിരിക്കുന്ന. എന്നാൽ ഇതിൽ ബേസിക്കലി ഇതൊരു സ്പിരിച്വൽ വുമൺ ആണ്. ഹല്ലേലൂയ. അപ്പോ ഇത് മനസ്സിലാക്കുക. ഞാൻ നിനക്കും, ആ വാക്യം ഒന്ന് വായിച്ചു, 3:15. ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും. അവൻ നിന്റെ തല തകർക്കും, നീ അവന്റെ കുതികാൽ തകർക്കും. വളരെ ശ്രദ്ധിച്ചു മനസ്സിലാക്കുക. ഇവിടെ സ്ത്രീയിലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടേക്കൊന്നും ഇപ്പൊ പോകുന്നില്ല, പകരം സന്തതിയിലേക്കാണ് പോകുന്നത്. ഹല്ലേലൂയ. സർപ്പത്തിന് സന്തതിയുണ്ട്. ഇതാ ബൈബിളിൽ സ്വർഗസ്ഥ പിതാവിന്റെ വാക്കുകളാണ്. അവിടെ പറയാണ്, ഞാൻ നിനക്കും, ആരോട് സംസാരിക്കുന്നേ? സർപ്പത്തോട്. സ്ത്രീക്കും നിന്റെ സന്തതിക്കും, അതായത് സർപ്പത്തിന്റെ സന്തതി, അവളുടെ സന്തതി, ഈ രണ്ട് സന്തതിയും തമ്മിൽ അടിയുണ്ടാവും. ഈ രണ്ട് സന്തതിക്കും തമ്മിൽ അടിയുണ്ടാകും, ശത്രുത്വം ഉണ്ടാകും. അവൻ, സ്ത്രീയുടെ സന്തതി, നിന്റെ തല തകർക്കും. സ്ത്രീയുടെ സന്തതി നിന്റെ തല തകർക്കും. സർപ്പത്തിന്റെ സന്തതിയാണ് വെളിപ്പാട് 13:18 വെളിപ്പെടുന്നത്. 6:6:6. എന്നാൽ അത് വെളിപ്പെടുമ്പോൾ നീ സ്ത്രീയുടെ സന്തതിയായി റെഡിയായില്ലെങ്കിൽ അവൻ നിന്നെ അടിച്ച് തകർക്കും. നീ സ്ത്രീയുടെ സന്തതിയായി ജയം പ്രാപിച്ചാൽ നീ അവന്റെ തല തകർക്കും. നിന്റെ ചോയ്സ് ആണ് വേണോ വേണ്ടേ എന്നുള്ളത്. വേണമെങ്കിൽ ഈ ജഡമണ്ഡലത്തിൽ നിന്നിട്ട് ഒരു കാര്യവുമില്ല, നീ വീണ്ടും ജനിച്ച ദൈവരാജ്യ മണ്ഡലത്തിൽ, നിന്റെ പൗരത്വമുള്ള മണ്ഡലത്തിലേക്ക് ക്രിസ്തുവിൽ നീ കേറിക്കൊള്ളണം. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, ഇനിയും ജഡമണ്ഡലത്തിലുള്ളതല്ല, പിശാച് വാഴുന്ന സ്ഥലത്തുള്ളതല്ല, ഇനി നീ വീണ്ടും ജനിച്ച ദൈവരാജ്യത്തിലേക്ക് കേറി വാ. അവിടെയുള്ളത് ചെയ്യേ, അവിടെയുള്ളത് പ്രവർത്തിക്കേ. So, dear brothers, if you read Genesis chapter 3 verse 15, the typical interpretation is that it means a woman, that is a normal woman that we see. But here what this woman really means, it's a spiritual woman over here. Let me read this verse. And I will put enmity between you and the woman, and between your seed and her seed. He shall bruise your head and you shall bruise his heel. So today we won't be discussing about the identity of the woman, but we'll be discussing more about that, the fact that the serpent has a seed. And what we see in Revelation chapter 13 last verse is that the seed of the serpent that is mentioned in Genesis chapter 3:15 is finally being revealed in this world. And here in this Genesis chapter 3 verse 15 it says that and I will put enmity between you and the woman, and between your seed and her seed, and he shall bruise your head. That is, the seed of the woman shall bruise the head of the seed of the serpent. So the message of today is that
stop thinking about your fleshly realm and move on to the spiritual realm, God is pulling you up so that you will become the seed of the woman. And before the seed of the serpent is revealed into this world, attain victory, attain completion as the seed of the woman, so that when the seed of the serpent is revealed in this world, you can defeat him. Because by that time, if you become the seed of the woman, you will be able to defeat him. But if you do not become the seed of the woman by that time, then he can crush you. So dear brothers, God is trying to pull you up from this realm of the flesh, so that and into the spiritual realm, so that you no longer think about what is here in this world, and you will think about what is above. പ്രിയ സഹോദരങ്ങളെ, പ്രാർത്ഥനയോടെ ആയിരുന്നാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ദൈവാത്മാവിൻ്റെ ചലനമാണ്. ശ്രദ്ധിക്കുക. 5-ാം ദിവസം ദൈവം ആദ്യം സൃഷ്ടിച്ചത് എന്താ? 6-ാം ദിവസം ദൈവം ആദ്യം സൃഷ്ടിച്ചത് എന്താ? ബൈബിൾ ശ്രദ്ധയോടെ വായിച്ചറിയാം, മൃഗങ്ങളെയാണ്. ഹല്ലേലൂയ. ആ 6-ാം ദിവസം സെക്കൻഡ് ഹാഫിൽ ദൈവം സൃഷ്ടിച്ചത് എന്താ? മനുഷ്യരെയാണ്. മൃഗങ്ങൾ ജഡരൂപികൾ, മനുഷ്യർ ദേഹീരൂപികൾ. തുടർന്ന് ദൈവം എങ്ങോട്ട് കയറി? സബത്തിലേക്ക് കയറി, ദൈവമണ്ഡലത്തിലേക്ക് കയറി, ആത്മമണ്ഡലത്തിലേക്ക്. ശ്രദ്ധിക്കുക. ജഡം, ദേഹി, ആത്മാവ്. മനുഷ്യൻ ഇതിലെവിടെയാ നിൽക്കണേ? രണ്ടിൻ്റെയും നടുവിൽ. ഇവന് വേണമെങ്കിൽ മൃഗതലത്തിലേക്കും പോകാം, ഇവന് വേണമെങ്കിൽ 7-ാം ദിവസത്തിലെ ആത്മതലത്തിലേക്കും പോകാം. അവന്റെ ചോയ്സാ. ദൈവം ആത്മതലത്തിൽ നിന്ന് അവനെ പുള്ളി ചെയ്യുകയാണ് അങ്ങോട്ടേക്ക് വരാൻ. ക്രിസ്തുവിലൂടെ എല്ലാം ചെയ്തു. എന്നിട്ടും ദൈവത്തിന്റെ വചനം പറയുന്നു, ഈ വിവരമില്ലാത്തവൻ, ബുദ്ധിയില്ലാത്തവൻ ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് വീണ്ടും ജഡത്തിൽ ചെന്ന് അവസാനിച്ചു. ഹല്ലേലൂയ. എന്നാൽ ദൈവ ആലോചന പറയാ, നിന്നെ തകർക്കും, സർപ്പത്തിന്റെ സന്തതി നിന്നെ തകർക്കും. അപ്പന്റെ വീട്ടിൽ കയറിക്കോ, ആത്മതലത്തിൽ കയറിക്കോ, അല്ലെങ്കിൽ നിന്നെ അവൻ തകർത്ത് കളയും. ഹല്ലേലൂയ. 6 കൂടി ചേർന്ന് വെളിപ്പെടുന്നതിന് മുമ്പ് നീ 7-ൽ കയറി രക്ഷപ്പെട്ടോ. 7 മാറിക്കോ. ഹല്ലേലൂയ. So dear brothers, listen carefully so that you can understand. So if you look at the creation narrative in Genesis chapter 1, what did God create at the beginning? What did God create on day 6? What did God create at the beginning of day 6? If you look at Genesis chapter 1, what God created on the beginning of day 6 is God created the animals. And the second half of day 6, God creates man. And on day 7, God enters the Sabbath. So what we see is that the very first half of day 6, God is creating the flesh. And in the second half of, that is, animals are flesh. And the second half of day 6, God is creating soul, that is being with soul, that is us. We are people who have souls. And then God is entering into the spiritual realm, that is in the 7th half, that is a Sabbath. So what this shows is that man is a creature of soul, and man has the potential, the ability to go in either direction, go in the direction of the flesh or go in the direction of the spirit. And what God is doing is God is pulling us from the realm of the spirit. God is pulling us so that we can go into His realm. And again what God is telling us is as is written in book of Galatians, that are you so foolish, having begun in the spirit, are you now being made perfect by the flesh? What God wants us is to attain completion by going into the realm of the spirit. And the message of today's this thing is, before the seed of the serpent is revealed into this world, try and attain completion as the completion in the spirit. Move from the realm of the soul and into the realm of the spirit by thinking about what is on above and not about what is in this world. And if you don't attain that completion by that time, then you will get destroyed.
ശ്രദ്ധിക്കുക, ഇതുകൊണ്ടാണ് സങ്കീർത്തനം 49:20 പറയുന്നത്, മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകശൂന്യനായാൽ നശിച്ചു പോകുന്ന മൃഗത്തിന് തുല്യനായി തീരും. എന്നാൽ നീ വിവേകമുള്ളവനാണെങ്കിൽ നിത്യം ജീവിക്കുന്ന ദൈവപുത്രനായി തീരും. തിരിച്ചറിയുക. നിനക്ക് പുറകിലേക്ക് പോകണമെങ്കിൽ പുറകിലേക്ക് പോകാം, മുൻപിലേക്ക് പോകണമെങ്കിൽ മുൻപിലേക്ക് പോകാം, ജഡത്തിലേക്ക് പോകണമെങ്കിൽ ജഡത്തിലേക്ക് പോകാം, ആത്മാവിലേക്ക് പോകണമെങ്കിൽ ആത്മാവിലേക്ക് പോകാം. വിശുദ്ധ പൗലോസ് തെരഞ്ഞെടുത്ത ഇതാണ്: ഒന്ന് ഞങ്ങൾ ചെയ്യുന്നു, പിൻപിലുള്ളതിനെ മറക്കുന്നു, മുൻപിലുള്ള ലക്ഷ്യമാക്കി ക്രിസ്തയേശുവിലാണ് അത് കിട്ടുന്നത്. ക്രിസ്തയേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദ്ധനായി ഞങ്ങൾ ലാക്കിലേക്ക് ഓടുകയാണ്. ആരെ അനുഗമിച്ച്? ക്രിസ്തുവെ അനുഗമിച്ച്. ഹല്ലേലൂയ. വളരെ ശ്രദ്ധയോടെ മനസ്സിലാക്കുക. ജഡിക മനസ്സ് ഉള്ള ഒരു വ്യക്തിക്ക് ഇത് മനസ്സിലാകത്തില്ല. എന്നാൽ നിങ്ങളുടെ ഉള്ളിൽ ദൈവത്തിന്റെ ആത്മാവുള്ളവർക്ക് മാത്രം ഇത് അകത്ത് കയറൂ, അല്ലാത്തവൻ ഇത് അകത്ത് കയറില്ല. കാരണം ഇത് ഫുൾഫിൽ ചെയ്യണമെങ്കിൽ ഇത് ധാരാളം മേഖലകൾ ലിങ്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ അക്ഷരങ്ങളാണ് നിങ്ങൾ നടത്തുന്നതെങ്കിൽ ആ അക്ഷരം വന്ന് ഇതിനെ തടയും, ഈ അക്ഷരം വന്ന് ഇതിനെ തടയും, മറ്റേ അക്ഷരം വന്ന് ഇതിനെ തടയും. ദൈവത്തിന്റെ ആത്മാവാണ് നിങ്ങളെ നയിക്കുന്നതെങ്കിൽ പെട്ടെന്ന് ഇത് ലിങ്ക് ചെയ്യാൻ തുടങ്ങും. So, dear brothers, if you look at Psalms 49, verse 20, it is written, "A man who is in honor yet does not understand, he is like the beasts that perish." So, a man who is in honor yet does not have understanding, does not understand, is like beasts that perish. So, what God is telling us is that we are all creatures of the soul, and we have the option to go in either way. You can go backwards into the flesh, or you can go forward and advance into the spirit. And what God is urging us is to do like Saint Paul does, that is, forget what is behind and press on forward, so that you can attain the prize that is promised in Christ. And dear brothers, may the Spirit of God reveal this to you, because this is something that connects quite a lot of things in the Bible, and may the Spirit of God help you understand this. പ്രിയ സഹോദരങ്ങളെ, 666 എന്ന് പറയുന്നത് തിന്മയുടെ പൂർണ്ണതയാണ്. പിശാചിന്റെ മകൻ വെളിപ്പെടുകയാണ്. അതായത് സെൽഫ് സെന്റേർഡ് ആയിട്ടുള്ള ഹ്യൂമൻ അവനിൽ തന്നെ പെർഫെക്റ്റ് ആകുകയാണ്. അവൻ 7ലേക്ക് കയറുന്നില്ല. ദൈവം നമ്മളെ വിളിച്ചത് 6ൽ നിൽക്കാനല്ല, 7ൽ കയറാനാണ്. 7 എന്ന് പറയുന്നത് ദൈവത്തിന്റെ സബത്താ. ദൈവത്തിന്റെ വചനം പറയുന്നു, അതുകൊണ്ട് ദൈവമക്കൾക്ക് ഒരു സബത്ത് അനുഭവം ശേഷിച്ചിരിക്കുന്നു. 6ൽ നിൽക്കാനല്ല ദൈവം എന്നെയും നിങ്ങളെ സൃഷ്ടിച്ചത്. 6ൽ നിന്ന് പുറകിലേക്ക് പോയി ജഡത്തിൽ ചെല്ലാനല്ല, മൃഗതുല്യനാകാനല്ല വെച്ചത്. മൃഗം വെളിപ്പെടുന്നതിന് മുമ്പ്, മൃഗത്തിന്റെ മുദ്ര വെളിപ്പെടുന്നതിന് മുമ്പ് നീ 7ലേക്ക് കയറണം. ദൈവത്തോടുകൂടെ നീ വിശ്രമത്തിലാകണം. അങ്ങനെയെങ്കിൽ 6 വെളിപ്പെടുമ്പോ സമാധാനത്തിന്റെ ദൈവം നിന്റെ ഉള്ളിലിരുന്ന് സാത്താനെ നിന്നിലൂടെ ചതച്ചു കളയും, അല്ലെങ്കിൽ സാത്താൻ നിന്നെ ചതയ്ക്കും. So, dear brothers, what 666 means is the completion of all evil. That is perfection of evil that is happening, because what 666 means is that the son of the devil is being revealed into this world, and that means a kind of perfection of self-centered man that is happening in this world. What God wants us to do is to move into 7 before the 6 is revealed into this world. So remember that 7 is the 7th day, is the Sabbath, and the Bible says is that God has left us, there is remaining for us, the children of God, a Sabbath experience. And what God wants us is to enter into the Sabbath experience before the 6 is revealed into this world. Because when that happens, if you have entered into the Sabbath experience, then the God of peace in our heart
will crush Satan under our feet. And if we are unable to enter into 7 before that, then we will get destroyed. പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾക്ക് ഈ 666 എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ നമ്പർ ദൈവത്തിന്റെ വചനം പറയുന്നു. ദൈവത്തിന്റെ വചനം ആ മനുഷ്യന് മറ്റൊരു പേരിട്ടിരിക്കുന്നു. 2 Thessalonians 2:3 മാൻ ഓഫ് സിൻ. മാൻ ഓഫ് സിൻ. മലയാളത്തിൽ പേരിട്ടിരിക്കുന്നു അധർമ്മ മൂർത്തി. ഹല്ലേലൂയ. മാൻ ഓഫ് സിൻ ആണ് പിശാചിന്റെ മകൻ. എന്നാൽ മാൻ ഓഫ് റൈറ്റിയസ്നെസ് ആണ് ദൈവത്തിന്റെ മകൻ. ഹല്ലേലൂയ. മാൻ ഓഫ് സിൻ വെളിപ്പെടും എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. എപ്പോ? യേശു ക്രിസ്തു വന്ന് സഭയെ ചേർക്കുന്നതിന് മുമ്പ് മാൻ ഓഫ് സിൻ, അധർമ്മമൂർത്തി വെളിപ്പെടും. ഹല്ലേലൂയ. അതിനു മുൻപ് നീ എവിടെ എത്തണം? നീ 6 നിന്ന് 7 നീ ദൈവപുത്രനായി വെളിപ്പെടണം. ആത്മാവാൽ ചലിക്കുന്നവനായി നീ മാറണം. ഇരുള് നിന്നെ മൂടാതിരുപ്പാൻ, എന്നെ മൂടാതിരുപ്പാൻ ഞാനും നിങ്ങളും ആത്മാവ് നയിക്കപ്പെടുന്നവരാണ് ദൈവത്തിന്റെ മക്കൾ. ആ ഒരു തലത്തിലേക്ക് മാറ്റപ്പെടുവാനായിട്ട് ഇടയാകണം എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ശ്രദ്ധിക്കുക. മാൻ ഓഫ് സിൻ. So dear brothers, in Revelations we see Revelations we see that 666 is the number of a man, that is the Antichrist. Again in 2 Thessalonians chapter 2 verse 3, again this same person is being described over here, and here Saint Paul describes him as a man of sin. So dear brothers, what God wants from us is that before this man of sin is revealed into this world, we should move from 6 to 7 so that we are manifested, we are revealed in this world as the children of God, so that we are moved by the Spirit of God and not by our own self-centered nature. And if we do that, then darkness will not be able to cover us. Darkness will not be able to cover us and destroy us. മാൻ ഓഫ് സിൻ വെളിപ്പെടുന്നതിന് മുമ്പ് നീ മാൻ ഓഫ് റൈറ്റിയസ്നെസ് ആയി മാറണം. ഹല്ലേലൂയ. ദൈവത്തിന്റെ മകനായി മാറണം. 666 എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ചു കേൾക്കുക. ആത്മീക അർത്ഥത്തിൽ പല അർത്ഥങ്ങൾ അതിലുണ്ട്. വേൾഡ് വൈഡ് വെബിനെ 666 എന്ന് പറയും. വൗ ഹെബ്രായ ലെറ്ററിൽ കാണാൻ കഴിയും. എന്നാൽ ആത്മീയ അർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ സ്പിരിറ്റ്, സോള്, ബോഡി, ഇത് 3 6 കുടുങ്ങി പെർഫെക്റ്റായി തീർന്നു. അവൻ ഒരു പിശാചിന്റെ മകന്റെ പൂർണ്ണതയിൽ എത്തി. എന്നാൽ നീയും ഞാനും, ദൈവത്തിന്റെ വചനം പറയുന്നു 777 7 പ്രവേശിക്കാനുള്ള യോഗ്യതയിലെത്തണം. ഇതാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. 1 തെസ്സലോനിക്കർ 5:23 യേശു ക്രിസ്തുവിന്റെ വരവെങ്കൽ നിന്റെ ആത്മാവും നിന്റെ ദേഹിയും നിന്റെ ശരീരവും അനന്യമായി പെർഫെക്റ്റായി എല്ലാം 7 എത്തപ്പെടുമാറാകണം. അങ്ങനെ എത്തപ്പെട്ടാൽ നീ 7 യോഗ്യതയുള്ളവനായി. ഹല്ലേലൂയ. ആ ഭാഗം ഒന്ന് വായിച്ചോളൂ. സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളെ എന്തോരം? മുഴുവനും. ഏതൊക്കെയാണ് മുഴുവനും? 3 ഭാഗങ്ങളുണ്ട്. ഒന്ന്, നിങ്ങളുടെ ആത്മാവ് 1 7, പ്രാണൻ 2 7, ദേഹവും 3 7. അശേഷം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനിന്ദ്യമായി വെളിപ്പെടും വണ്ണം കാക്കപ്പെടുവാൻ ദൈവം ഇടയാകട്ടെ. ഹല്ലേലൂയ. നീ 7 കയറണം. ദൈവം നിന്നെ വിളിച്ചത് ആ ദൈവത്തോടുകൂടെ വിശ്രമിക്കാനാണ്. ദൈവത്തോടുകൂടെ ഒരു സബത്ത് അനുഭവത്തിലേക്ക് പ്രവേശിക്കാനാണ്. ദൈവജനത്തിന് ഒരു സബത്ത് അനുഭവം ശേഷിച്ചിരിക്കുന്നു. ആർക്ക്? ദൈവജനത്തിന്. എന്നാൽ ഇവർ അതിലേക്ക് എത്താതെ ഇവരെ ജഡത്തിൽ കൊടുക്കാൻ, 6 കൊടുക്കാൻ, സ്വയ കേന്ദ്രീകൃത ജീവിതത്തിൽ കൊടുക്കാൻ പിശാചും അവന്റെ സകല സേനയും ശ്രമിച്ചുകൊണ്ടേയിരിക്കും. എന്നാൽ നീ പിൻപിലുള്ളതിനെ മറന്ന് മുൻപിലുള്ളതിനെ ലക്ഷ്യമാക്കി
ക്രിസ്തയേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദ് എവിടെയാണ്? 7 ദൈവരാജ്യത്തിൽ. അതിനുവേണ്ടി ഓടിക്കോളണം. Dear brothers, the number 666 has many interpretations. One of the interpretation is with regards to a man's body, soul, and spirit. So what this means is that in the body, soul, and spirit, that person is 6. That is a completion of imperfection, imperfect in body, soul, and spirit. So it is like a completion of satanic perfection. And corresponding to that, what we should do is we should try to attain 777 in body, soul, and spirit. And God is pulling us into that realm, trying to pull us from our self-centered life into the life in God. And we see that if we attain 777, God will raise us up at the last day. And this is seen in 1 Thessalonians chapter 5 verse 23. Now may the God of peace himself sanctify you completely. And what does he mean by completely over here? And may your whole spirit, soul, and body be preserved blameless at the coming of our Lord Jesus Christ. So what here it says is that we should attain perfection as 777, as whereas in 2 Thessalonians chapter 3, Antichrist is called the son of man of sin. We should attain perfection as man of righteousness, so that when he comes, we will be able to attain victory over him. And for that, what God is asking us to do is stay away from this, get rid of our fleshly desires, stay away from the flesh, and think about what is above, so that we can move from the flesh into the spirit. ശ്രദ്ധിക്കുക പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങൾ തിരിച്ചറിയുക. പലരും ചിന്തിക്കാത്തൊരു കാര്യമുണ്ട്. ഉൽപ്പത്തി 3:15 ദൈവത്തിന്റെ വചനം പറയുന്നു, സർപ്പത്തോട് പറയാണ്, സ്ത്രീയുടെ സന്തതി നിന്റെ തലയെ തകർക്കും, നീ അവന്റെ കുതികാൽ തകർക്കും. പിശാച് ആന്റിക്രൈസ്റ്റിലൂടെ, അല്ല എങ്കിൽ പിശാചിന്റെ സിസ്റ്റത്തിലൂടെ, പിശാചിന്റെ മനുഷ്യരിലൂടെ നമ്മളുടെ ഭൂമിയിൽ കുതിക്കുന്ന കാലുകളെ തകർക്കും. പക്ഷേ നമ്മൾ തിരിച്ച് തകർക്കുന്നത് അവൻ്റെ തലയെ ആയിരിക്കും, സാമ്രാജ്യത്തെ ആയിരിക്കും. ഇതിൻ്റെ പ്രാരംഭ എക്സാമ്പിളാണ് ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു യേശുവിൻ്റെ ഭൂമിയിൽ കുതിക്കുന്ന കാലുകളെ പിശാച് അന്നത്തെ സഭയും അന്നത്തെ ഗവൺമെന്റും അന്നത്തെ മതവും പൊളിറ്റിക്കൽ സിസ്റ്റത്തിലൂടെ ഭൂമിയിൽ തകർത്ത് കളഞ്ഞു. ആ തകർത്ത മൊമെന്റിൽ കാൽവറി ക്രൂസിൽ യേശു കർത്താവ് വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം ലഭിച്ച് അവരെ പരസ്യമായി കാഴ്ചയാക്കി അവന്റെ കിങ്ഡത്തെയും തകർത്ത് കളഞ്ഞു. ഹല്ലേലൂയ. പിശാചിന്റെ സിസ്റ്റം യേശുവിന്റെ കുതിക്കുന്ന കാലുകളെ ഭൂമിയിൽ തകർത്തെങ്കിൽ യേശു ക്രിസ്തു തിരിച്ച് ആത്മമണ്ഡലത്തിൽ അവന്റെ കിങ്ഡത്തെ തകർത്തു. അന്ന് മുതലാണ് യേശു ക്രിസ്തുവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും പിശാചിന്റെ പിടിയിൽ നിന്ന് രക്ഷ പ്രാപിക്കുന്നത്. So dear brothers, if you look at Genesis chapter 3 verse 15, we see that it is said that he shall bruise your head and you shall bruise his heel. So it is said that the seed of the woman will bruise the head of the seed of the serpent. So what here it means is that the Antichrist, that is the son of the devil, as well as the systems of the devil, will eventually be able to bruise the legs of us, that's the children of God, the legs that we use to walk around in this world, but in return we will be able to bruise his head. That means we will be able to destroy his throne completely. So as a symbol of that, we see that as a first sign symbol of this, we see what happened in the cross, where Jesus' legs that Jesus used to walk around in this world was bruised.
But in return, what did Jesus do? Jesus, as is written in the Bible, Jesus, having disarmed principalities and powers, he made a public spectacle of them, trampling over them in it. So Jesus made a public spectacle of the principalities and powers, that is the satanic reigns. He destroyed them, and he made a public spectacle of them when Satan destroyed his feet. പ്രിയ സഹോദരങ്ങളെ, ശ്രദ്ധിച്ചേ, ഇനി ഇതിൻ്റെ ഒരു രൂപമാണ് വെളിപ്പാട് 13 വെച്ചിരിക്കുന്നത്. യേശു ഓൾറെഡി ഇത് ഫേസ് ചെയ്ത് കയറിപ്പോയി. ഇനി നമ്മളാണ് ഫേസ് ചെയ്യേണ്ടത്. യേശുക്രിസ്തുവിനെ പിശാച് എതിർത്തു. ഏതൊക്കെ സിസ്റ്റം ഉപയോഗിച്ചു? അന്നത്തെ മത സിസ്റ്റം ഉപയോഗിച്ചു, പൊളിറ്റിക്കൽ സിസ്റ്റം ഉപയോഗിച്ചു. ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. മതം എന്ത് ചെയ്തു? യേശുവിനെ അന്നത്തെ രാഷ്ട്രീയ സംവിധാനത്തിന്റെ ഗവൺമെന്റിന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തു. രണ്ട് സിസ്റ്റവും ഒരുമിച്ചു. ഇനി നിങ്ങൾ വെളിപ്പാട് 13 വായിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം ഇവിടെയും രണ്ട് സിസ്റ്റം ഒരുമിക്കുന്നു. ഒന്ന് പൊളിറ്റിക്കൽ സിസ്റ്റം, രണ്ട് മത സംവിധാനം. ഇത് രണ്ടും കൂടി ഒരുമിച്ച് വിശുദ്ധന്മാർക്കെതിരെ ഇറക്കുകയാണ് പിശാച്. നിങ്ങൾക്കിവിടെ ശ്രദ്ധിച്ചു വായിച്ചാൽ, പ്രാർത്ഥനയോടെ വീട്ടിൽ വായിക്കണം. രണ്ട് മൃഗങ്ങളെ കാണാം. ഒന്ന് കടലിൽ നിന്ന് ഇറങ്ങി വരുന്നു, ജനസമൂഹത്തിൽ നിന്ന് ഇറങ്ങി വരുന്നു. മറ്റൊന്ന് കരയിൽ നിന്ന് ഇറങ്ങി വരുന്നു, വീണ്ടെടുക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ നിന്ന് ഇറങ്ങി വരുന്നു. ഇവർ രണ്ടും കൂടി ഒന്നിക്കുന്നു. ആർക്കു വേണ്ടി? സർപ്പത്തിനു വേണ്ടി. എന്നിട്ട് ഇതാ അവിടെ ചില നിയമങ്ങൾ റിലീസ് ചെയ്യുന്നു. ആർക്കു വേണ്ടി? സർപ്പം ഈ ദൈവ മക്കളെ കുരുക്കാൻ വേണ്ടി, ഹല്ലേലൂയ, കുരുക്കാൻ വേണ്ടി ചിലത് ചെയ്യുന്നു. ഇവിടെയാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, ഇവിടെ ജ്ഞാനം കൊണ്ട് ആവശ്യം. ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഹല്ലേലൂയ. ഒന്ന് രണ്ട് വേർഡ് വായിച്ചെന്ന് കൺഫേം ചെയ്തിട്ട് ട്രാൻസ്ലേഷനിലേക്ക് നമുക്ക് കയറാം. ഇതാ 13:1 അവിടെ പറയുന്നു, അപ്പോൾ 10 കൊമ്പും, വായിച്ചേ. അപ്പോൾ 10 കൊമ്പും 7 തലയും കൊമ്പുകളിൽ 10 രാജമുടിയും തലയിൽ ദൂഷണനാമങ്ങളും ഉള്ളൊരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു. അത് ഒരു മൃഗം വരുന്നത് സമുദ്രത്തിൽ നിന്നാണ്. ഹല്ലേലൂയ. പൊളിറ്റിക്കൽ പവർ കയറുകയാണ്. ഇനി അതിന്റെ 11-ാം വാക്യത്തിൽ മറ്റൊരു മൃഗത്തെ കാണാം. ആ മൃഗം വരുന്നത് സമുദ്രത്തിൽ നിന്നല്ല, കരയിൽ നിന്നാണ്. വീണ്ടെടുക്കപ്പെട്ട സമൂഹ മണ്ഡലത്തിൽ നിന്ന് കയറുകയാണ്. വായിക്കേ. മറ്റൊരു മൃഗം ഭൂമിയിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു. സമുദ്രത്തിൽ നിന്നല്ല, ഭൂമിയിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു. അത് ആരെ പോലെയാണ്? അതിന് കുഞ്ഞാടിനുള്ളതുപോലെ 2 കൊമ്പുണ്ടായിരുന്നു. അത് യേശുവിനെ പോലെയാണ്, കുഞ്ഞാടിനെ പോലെയാണ്. ഹല്ലേലൂയ. ഒരു മത സംവിധാനം. പക്ഷേ ആ കുഞ്ഞാട് നിൽക്കുന്നത് യേശുവിന്, ഒറിജിനൽ ക്രിസ്തുവിന് വേണ്ടിയല്ല. ആ കുഞ്ഞാട് നിൽക്കുന്നത് സർപ്പത്തിന് വേണ്ടിയാണ്. ഹല്ലേലൂയ. സർപ്പം എന്നതുപോലെ ഇതാ അത് സംസാരിക്കുകയുണ്ടായി. അവിടെ എഴുതിയിരിക്കുകയാണ്, കുഞ്ഞാടിനുള്ളതുപോലെ 2 കൊമ്പുണ്ടായിരുന്നു, അത് മഹാസർപ്പം എന്നതുപോലെ സംസാരിച്ചു. ചുരുക്കി പറഞ്ഞാൽ പൊളിറ്റിക്കൽ സിസ്റ്റവും മത സിസ്റ്റവും യേശുവിനെതിരെ നിന്നതുപോലെ പ്രിയമകനെ, പ്രിയമകളെ, യേശുവിനെ അനുഗമിക്കുന്നവർക്കെതിരെയും നിലകൊള്ളും. എന്തിനാ? ഇവരെ വിഴുങ്ങാൻ. ഹല്ലേലൂയ. സർപ്പം സ്ത്രീയെ വിഴുങ്ങേണ്ടതിന് അതിന്റെ വായിൽ നിന്ന് നദി പോലെ വെള്ളം ചാടിക്കും. ഹല്ലേലൂയ. So dear brothers, if you look at our Lord Jesus' life, what happened at the end before the crucifixion is that the political system of that times, as well as the religious system of that times, religious establishment and the political establishment came together to crucify our Lord Jesus. So remember that Jesus is the example for us. Jesus has already won victory over the devil and went ahead of us, and it is now our turn to win victory over the devil and follow our Lord Jesus. So here we see that in Jesus' case, the political establishment and the religious establishment comes together to crucify him. So in the same way, if we read Revelation chapter 13, we see that exact same thing happening. That is the political establishment and religious establishment coming together to support the devil. And this we see, let me read Revelation chapter 13 verse 1. And then I stood on the sand of the sea, and I saw a beast rising out of the sea, having 7 heads and 10 horns, and on his horns 10 crowns, and on his heads a blasphemous name.
So here we see the description of the Antichrist, and it is said about the Antichrist that is a beast rising out of the sea. So what the sea here means is the masses. So what this means is that Antichrist will come as a political leader from the masses. Then we see another person, that is the false prophet. We see in 13th chapter 11. Then I saw another beast coming out of the earth, and he had horns like a lamb and spoke like a dragon. So the fact that he's coming out of the earth means that he's coming out of the reign, redeemed. That is, he's coming out of the church. And he had two horns like a lamb. So he's like trying to imitate our Lord Jesus. He has two horns like a lamb and spoke like a dragon. So although he is trying to imitate our Lord Jesus, he's speaking like the devil. So he's trying to deceive the people into supporting the devil. Both this Antichrist and this false prophet are trying to entrap the people into supporting the devil and using the political and religious establishment to persecute us, the children of God. പ്രിയ സഹോദരങ്ങളെ, വെളിപ്പാട് 12 പറയുന്നു, അത് എന്ത് ചെയ്യും? ആ സിസ്റ്റം എന്ത് ചെയ്യും? സ്ത്രീയെ, സഭയെ വിഴുങ്ങേണ്ടതിന് തൻ്റെ വായിൽ നിന്ന് നദി പോലെ വെള്ളം ചാടിക്കും. അത് എങ്ങനെയാണെന്ന് വെളിപ്പാട് 13 രേഖപ്പെടുത്തിയിരിക്കുന്നു. 2 നിയമങ്ങൾ റിലീസ് ചെയ്യും. ഒന്ന് ഒരു വ്യാപാര നിയമമാണ്. മറ്റൊന്ന്, ഇതാ ഈ മുദ്ര എടുത്തില്ല എങ്കിൽ കൊന്നുകളയുവാനുള്ള ഒരു നിയമം റിലീസ് ചെയ്യുക. പിശാചിന്റെ മുദ്ര, അല്ലെങ്കിൽ ഈ മാൻ ഓഫ് സിൻ വെളിപ്പെട്ട ശേഷം, ആ മൃഗം വെളിപ്പെട്ട ശേഷം മൃഗത്തിന്റെ മുദ്ര ശ്രദ്ധിച്ചപ്പോൾ മനസ്സിലാക്കുക. ഇതുവരെ അത് വന്നിട്ടില്ല. ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. നിങ്ങൾ അതിനെക്കുറിച്ച് വ്യാകുലപ്പെടാതെ, ഇതുവരെ അത് വന്നിട്ടില്ല, വരാൻ പോവുകയുള്ളൂ. അത് വരണമെങ്കിൽ മാൻ ഓഫ് സിന്ന്, മൃഗം വെളിപ്പെട്ടാലേ മൃഗത്തിന്റെ മുദ്ര വരുള്ളൂ. ആദ്യം മൃഗം വെളിപ്പെടണം. അത് വ്യക്തതയോടെ മനസ്സിലാക്കുക. ഇതുവരെ വന്നിട്ടുള്ളതെല്ലാം ഇതിന്റെ സാമ്പിളുകളായി ദൈവം നമുക്ക് അനുവദിക്കുന്നതാ. ഹല്ലേലൂയ. ഒരു എക്സാം വരുന്നതിന് മുമ്പ്, SLC വരുന്നതിന് മുമ്പ് മോഡൽ പേപ്പർ ഇടും. അതിലൂടെ ജനത്തിന് കുറെ കാര്യങ്ങൾ, സ്റ്റുഡൻസിന് കുറെ കാര്യങ്ങൾ മനസ്സിലാകും. ഇതേപോലെ പലതും ദൈവം മോഡലായിട്ട് ഓൾറെഡി ഇട്ട് കഴിഞ്ഞു, തൻ്റെ ജനത്തിന് ബോധ്യവും കൊടുക്കാൻ വേണ്ടി. ഹല്ലേലൂയ. അപ്പോൾ ഈ ഒരു തലം കയറി വരുമ്പോൾ, ഒന്ന്, ഒരു ഫൈനാൻസ് സിസ്റ്റത്തിൽ നാം കൊടുക്കപ്പെടുവാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. ഇനി അതും ചെയ്തില്ല എങ്കിൽ, അതിൽ നാം അനുസരിച്ചില്ല എങ്കിൽ, ഇതാ രാജ്യത്തിന്റെ നിയമം ലംഘിച്ചു എന്ന പേരിൽ കൊല്ലാൻ വേണ്ടി മറ്റൊരു നിയമവും റിലീസ് ചെയ്യപ്പെടും. ഇത് രണ്ടും വേറെ ആർക്കും വേണ്ടിയല്ല. ഈ സീഡിനെ, സ്ത്രീയുടെ സീഡിനെ കുരുക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് മുഴുവൻ. കാരണം ഈ സ്ത്രീയുടെ സന്തതിയാണ് ഇനി ഈ ലോകം വാഴാൻ പോകുന്നത്. ക്രിസ്തുവിന്റെ നേതൃത്വത്തിൽ ലോകം വാഴാൻ പോകുന്നത്. അതിനെ തടയിടാനാണ് ഇത് മുഴുവൻ അവർ ചെയ്യുന്നത്. പക്ഷെ ദൈവം ഇത് അനുവദിച്ചിരിക്കുന്നു. എന്തിനാണ്? ഈ മക്കൾ ജീവപര്യന്തം എന്നെ സ്നേഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്നറിയാൻ ദൈവം ഇത് അനുവദിച്ചും ഇരിക്കുന്നു. അതുകൊണ്ട് ദൈവം അറിയാതെയല്ല ഇത് എല്ലാം വരുന്നത്, ദൈവം അറിഞ്ഞുകൊണ്ടാണ്. ദൈവത്തിന്റെ വചനം പറയുന്നത് 10 ദിവസം നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാകും. 10 ദിവസമേ ഉള്ളൂ, 9 അല്ല, 11 അല്ല, 10. അതിന്റെ അർത്ഥം പെർഫെക്റ്റ് ആയിട്ട് എൻ്റെ അനുവാദത്തോടു കൂടെ തന്നെയാണ് ഇത് വരുന്നത്. നീ എന്ത് ചെയ്യണം? മരണപര്യന്തം വിശ്വസ്തനായിരിക്കണം, എങ്കിൽ ജീവകിരീടം പ്രാപിക്കാം. Dear brother, so what we see here is that the political establishment and the religious establishment, they come together and create rules, release rules in order to entrap the seed of the woman. So there are 2 rules that are being released. One is rules related to our mercantile transactions, related to our business transactions. And if the seed of the woman is not entrapped in that rule, then the second rule comes into play, wherein the rule is basically to kill everyone who does not take the mark of the beast. So these 2 rules are meant to entrap the seed of the woman. So dear brothers, first of all, remember that before the mark of the beast comes, the Antichrist himself should come. Only after that his mark will come.
So whatever has happened so far is Antichrist has not yet come. Whatever has happened so far is basically there are similar things that has happened, but those are basically like model question papers that God is putting before the final exam, so that we can predict what is going to happen. We can have a understanding of what is going to happen. So the final exam has not yet come, but remember that God is in control. God will allow Satan to test us, and the reason we see that in the book of Revelation, we see that there will be persecution for 10 days for the church of Pergamum. There will be persecution for 10 days. It is not 9 or 11. That shows that God is in full control. He is allowing persecution for 10 days, and we should be faithful even unto death. And if we are faithful even unto death, we will be raised up in the new world. And the reason Satan and the Antichrist and the false prophet, they are all trying to do this, is in order to entrap the seed of the woman, because they know that the seed of the woman is the one who will be ruling the next world, and they want to prevent that. And dear brothers, be careful because of this. ശ്രദ്ധിക്കുക, ഈ വിഷയത്തെക്കുറിച്ച് പലപ്പോഴും ഈ യൂട്യൂബിലൊക്കെ ധാരാളം കാര്യങ്ങൾ വരുന്നത് കൊണ്ട് ആളുടെ ഹൃദയം പാനിക് ആവുന്നുണ്ട്. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ഒന്ന് ലോ ഓഫ് ദ സ്പിരിറ്റിൽ വർക്ക് ചെയ്യുക, 7th കയറുക, അപ്പോൾ കാര്യം ക്ലിയർ ആവും. ഇവിടെ ശ്രദ്ധിക്കേണ്ട 2 കാര്യം. ഈ മുദ്രയുടെ പേരെന്താ? മൃഗത്തിന്റെ മുദ്ര അല്ലേ? മൃഗത്തിന്റെ മുദ്ര. അപ്പോ മുദ്ര വരുന്നതിന് മുമ്പ് ആദ്യം ആര് വരണം? മൃഗം വെളിപ്പെടണം. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. ഇതെപ്പോഴും ശ്രദ്ധിക്കണം. ഇതാണ് 2 Thessalonians 2:3 പറയുന്നത്, ആരും ഏത് വിധേനയും നിങ്ങളെ ചതിക്കരുത്. ഹല്ലേലൂയ. അവിടെ എഴുതിയിരിക്കുകയാണ്, ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കുകയും നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായവൻ, അതായത് മാൻ ഓഫ് സിൻ 666 എന്ന് പേരുള്ള ആ വ്യക്തി, അത് ഈവിൾ പെർഫെക്ഷൻ വെളിപ്പെടുകയും വേണം. ആദ്യമേ. മനസ്സിലാവുന്നുണ്ടോ? ആദ്യമേ ആര് വെളിപ്പെടണം? മൃഗം എന്ന് പേരുള്ള, മാൻ ഓഫ് സിൻ എന്ന് പേരുള്ള, അധർമ്മമൂർത്തി എന്ന് പേരുള്ള, ഈവിൾ പെർഫെക്ഷൻ 666 എന്ന് പേരുള്ള ആ വ്യക്തി വെളിപ്പെടണം. എന്നിട്ടാണ് ആ വ്യക്തിയുടെ മുദ്ര റിലീസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതിന് പേര് മാർക്ക് ഓഫ് ദ ബീസ്റ്റ്. അപ്പൊ ആദ്യം ബീസ്റ്റ്, മൃഗം വെളിപ്പെടണം. ഇതാണ് നിങ്ങൾ ആദ്യ പാർട്ടിൽ മനസ്സിലാക്കേണ്ടത്. ഹല്ലേലൂയ. ഇനി 2ാമത്തെ പാർട്ടിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതിന്റെ ഫലം എന്താണെന്ന് മനസ്സിലാക്കണം. ഇതിന്റെ ഫലം എന്താണ്? അവർ എഴുതിയിരിക്കുന്നു, ഇതില്ല എങ്കിൽ വിൽക്കാനോ വാങ്ങാനോ പറ്റില്ല. അപ്പൊ ഈ 2 കാര്യം നിങ്ങൾ നോക്കുക. ഈ ഭാഗത്ത് തുടക്കത്തിൽ നോക്കുക, മാൻ ഓഫ് സിൻ, ഈവിൾ പെർഫെക്ഷൻ. തനി പിശാചായിരിക്കും. തനി പിശാച് ആയി പിശാചിന്റെ മകൻ വെളിപ്പെടും. നമ്മൾ ദൈവത്തിന്റെ മക്കൾ വെളിപ്പെടാൻ വേണ്ടി ദൈവം കാത്തിരിക്കണേ. എന്നാൽ പിശാചിന്റെ മകനെ വെളിപ്പെടുത്തുകയാണ്. ഈവിൾ പെർഫെക്ഷനെ വെളിപ്പെടുത്തും. അവനാണ് ഈ മുദ്ര കൊണ്ടുവരുന്നത്. ഇനി ആ മുദ്ര കൊണ്ടുവന്ന അതിന്റെ ഫലം എന്താണ്? മറുസൈഡിൽ എക്കോണമി സിസ്റ്റത്തിൽ നിന്ന് ദൈവമക്കളെ പുറന്തള്ളും. മനസ്സിലായോ? അവർക്ക് വിൽക്കാനോ വാങ്ങാനോ കഴിയില്ല. ഈ 2 കാര്യം നോക്കിയാൽ നിങ്ങൾക്ക് കാര്യം തിരിച്ചറിയാം ഇത് ഏതാണെന്ന്. ബാക്കിയെല്ലാം 500ന്റെയും 1000ന്റെയും നോട്ട് ക്യാൻസൽ ചെയ്തത് ഇതിന്റെ ഒരു നിഴലാണ്. ഹല്ലേലൂയ. ലോകം മുഴുവൻ മാസ്ക് വന്നത് ഇതിന്റെ ഒരു നിഴലാണ്. ഇതാ വാക്സിൻ വന്നത് ഇതിന്റെ ഒരു നിഴലാണ്. ഇതെല്ലാം നിഴലുകളാണ്. എന്നാൽ ഇതാ പൊരുൾ കയറി വരാൻ പോവുകയാണ്. അതുകൊണ്ട് ദൈവമക്കൾ ശ്രദ്ധിക്കുക. എന്തുകൊണ്ടായിരിക്കാം ദൈവം ഈ സമയത്ത് ഈ മെസ്സേജ് റിലീസ് ചെയ്തത്? നാം വളരെ അടുത്തിരിക്കുന്നു. അതുകൊണ്ട് ദൈവമക്കൾ ശ്രദ്ധിക്കുക. So dear brothers, there are many messages regarding this subject in the YouTube, and also quite a lot of us are confused about this. So in order to alleviate this confusion, we should focus on 2 things. One is work by the law of the Spirit. If we are working by the law of the Spirit, then the Holy Spirit will guide us, and we will have exact information about what is happening. The second thing that we should be looking into is
second thing that we should be understanding is that this mark of the beast is called mark of the beast. So what does that mean? That means that the beast, that is the Antichrist, has to first be revealed into this world. And this is what is said in the 2 Thessalonians chapter 2 verse 3. Let no one deceive you by any means, for that day will not come unless the falling away comes first and the man of sin is revealed, the son of perdition. So that means that the Antichrist is first revealed into this world, and only after that this mark of the beast will come. And remember that this Antichrist will be the son of the devil, so he will be extremely devilish. So that is one thing. And the second thing is that we should understand the effect of effect of the mark of the beast. The effect of the mark of the beast is that none of us will be able to transact in the normal economy. That is, the children of God, that is the seed of the woman, is excluded from the regular economy, and that would be the effect of this. And we see quite a lot of trial runs for this happening. We see this happening with the demonetization. We see this happening with the vaccines and all those kinds of things. But these are all just trial runs that God has given us to give a taste of what is going to happen. So we should be prepared. സഹോദരങ്ങളെ, ഇതാണ് സന്ദേശം. നമ്മൾ ഒരുങ്ങിയിരിക്കുക. എങ്ങനെ ഒരുങ്ങണ്ടേ? ഞാൻ ഒരുങ്ങിയിരിക്കുന്നു. ഓ സ്വത്രം. അങ്ങനെയല്ല. 6 നിന്ന് 7 കയറാൻ യേശുവെ അനുഗമിച്ചുകൊണ്ട് ഇത് വ്യക്തതയോടെ മനസ്സിലാക്കുക. ഹല്ലേലൂയ. ഇനിയും ജഡമണ്ഡലത്തിലല്ല ബുദ്ധി കെട്ടവരെ പോലെ ആത്മാവ് കൊണ്ട് ആരംഭിച്ച ജഡം കൊണ്ടല്ല സമാപിക്കേണ്ടത്. ആത്മാവ് കൊണ്ട് ആരംഭിച്ചാൽ ആത്മാവിൽ വളർന്ന് ക്രിസ്തുവാകുന്ന തലയോളം വളരുക എന്നത് വ്യക്തമായി മനസ്സിലാക്കുക. ഹല്ലേലൂയ. ഇനി ശ്രദ്ധിക്കുക, ഒരു സംശയവുമായുള്ള ബന്ധത്തിലാണ് ഈ ക്ലാസ് ആരംഭിക്കാനിടയായത്. ആ സംശയം ഒന്ന് ക്ലിയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. So dear brothers, what should we do? We should move into the 7, that is into the spiritual realm, as God says that if we begin by once we begin by the Spirit, we should grow to the head of our Lord Jesus Christ, and we should not go back into the flesh. And once we are moved into the 7, then when the Antichrist and his system is revealed, it won't be able to defeat us, and we will be able to defeat them. ശ്രദ്ധിച്ച്, എനിക്ക് ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്ത് ആരോ നിന്ന് ഒരു വാട്സപ്പ് വന്നു. ആ വാട്സപ്പ് ഇങ്ങനെയാണ്: വെളിപ്പാട് പുസ്തകം 13 അധ്യായത്തിൽ പറയുന്ന ആ മാർക്ക് നമ്മുടെ ശരീരത്തിൻ്റെ കയ്യിൽ എടുക്കുമെന്ന് ബൈബിൾ പറഞ്ഞിരിക്കുന്നത് അത് തൊലിക്കുള്ളിലാണ് എന്ന് ആണ് അതിൻ്റെ ഒറിജിനൽ ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞാണ് കുറച്ച് ഇംഗ്ലീഷ് ബൈബിളുകൾ ഇങ്ങനെ നിരത്തി വെച്ചിട്ട് ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ടാണ് അയച്ചിരിക്കുന്നത്. ശ്രദ്ധിക്കുക, നമ്മുടെ കയ്യിലുള്ള എല്ലാ ബൈബിളുകളും അത് ട്രാൻസ്ലേഷനുകളാണ്, അത് അതിൻ്റെ ഒറിജിനൽ പതിപ്പല്ല. ശ്രദ്ധിക്കുക, എവിടെയെങ്കിലും സംശയം വന്നാൽ നമ്മൾ നേരെ പോകേണ്ടത് അതിൻ്റെ ഒറിജിനൽ മാനുസ്ക്രിപ്റ്റിലേക്കാണ്. ഒന്നില്ലെങ്കിൽ ഹെബ്രായ ബൈബിളിലേക്ക് പോകണം, അല്ലെങ്കിൽ എൻ്റെ ഗ്രീക്ക് ബൈബിളിലേക്ക് പോകണം. ഞാൻ അവിടെ കാണുവാനായിട്ട് ഇടയായത് കുറേ ഇംഗ്ലീഷ് ബൈബിളുകൾ വെച്ചിരിക്കുന്നു, എന്നിട്ട് അതിൽ KJV വെച്ചിരിക്കുന്നു. അപ്പോൾ ഇംഗ്ലീഷ് മറ്റ് ബൈബിളുകളിൽ പറഞ്ഞത് തെറ്റായിട്ടും KJVയിൽ പറഞ്ഞത് ശരിയായിട്ടുമാണ് അതിൽ കാണിച്ചിരിക്കുന്നത്. എന്നാൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളെ സംബന്ധിച്ച് തൊലിയുടെ പുറത്ത് മാർക്ക് വന്നാലും കുഴപ്പമില്ല, തൊലിയുടെ ഉള്ളിൽ മാർക്ക് വന്നാലും കുഴപ്പമില്ല, നമ്മളത് എടുക്കാൻ പോകുന്നില്ല. മനസ്സിലാക്കുക. ഹല്ലേലൂയ. ഇനി അടുത്തത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ ഓൾറെഡി അതിൻ്റെ ഒറിജിനൽ പരിഭാഷ എന്ന് പറയുന്നത് നമുക്ക് സ്ക്രീനിൽ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. അത് തൊലിയുടെ ഉള്ളിലെന്നല്ല, തൊലിയുടെ മുകളിലെന്നാണ്. KJV മാത്രമാണ് ഇന്നെന്ന് പറഞ്ഞ് അടിച്ചു വെച്ചിരിക്കുന്നത്. ബാക്കി KJVനേക്കാൾ ബെസ്റ്റ് ട്രാൻസ്ലേഷൻ ഉണ്ട്, ASV, അമേരിക്കൻ സ്റ്റാൻഡേർഡ് വെർഷൻ. ഹല്ലേലൂയ. അതിൽ ഓണെന്നാണ്, മലയാളത്തിൽ ഓണെന്നാണ്. അതുകൊണ്ട് ഇതൊന്നും വിശ്വസിക്കണമെന്നില്ല, നേരെ ഒറിജിനൽ പരിഭാഷയിലേക്ക് നമ്മൾ പോയി കാര്യം പിടുത്തം കിട്ടും. നമുക്ക് ഇന്ന് അവൈലബിൾ ആണ്, ഓൺലൈൻ ഇതെല്ലാം അവൈലബിൾ ആണ്. അതുകൊണ്ട് ഒറിജിനൽ പരിഭാഷയിലേക്ക്
പോവുക. അപ്പോൾ തന്നെ ഞാൻ ഒരു കാര്യം കൂടി നിങ്ങളോട് പറയാം. So, dear brothers, in this regard, Pastor wants also to clear a doubt that has come from one of the attendees with regards to this chapter. So, this person has, the question that he is asking is that it is written in the book of Revelation, chapter 13, that the mark of the beast will be taken on the. People will be asked to take the mark of the beast in the right hand or on the forehead. And the question that this person asked is whether this mark will be on the skin or inside, under the skin, inside the skin. And what he is claiming is that he has referred several Bibles, and eventually he has referred KJV, and from the KJV what he is claiming is that this mark will be under the skin, that is it won't be visible directly. So, dear brothers, so Pastor is trying to clarify that by going into the original manuscript. So there are a few things to note here. One, when we have some confusions, remember that all translations are basically translations. When you have any confusion, try to refer to the original manuscript. We have interlinear over here. Try to refer to either Hebrew interlinear for Old Testament or Greek interlinear for the New Testament. Second thing to note is that whether the mark is either on the skin or under the skin, none of us are going to take it. And that is the second thing to note. But again, Pastor is trying to clarify that. Pastor has checked up that particular verse, and it seems that from the original manuscript, what it means is that this mark is on the skins. KJV is not always the most accurate. There are other ones like American Standard Version. Pastor has referred to that, and he has also referred to the interlinear, and it seems that it is on the skin. സഹോദരങ്ങളെ, മൃഗത്തിൻ്റെ മുദ്ര ഓൾറെഡി ഇവിടെ ഉണ്ട്. അത് സ്പിരിച്വൽ മൃഗത്തിൻ്റെ മുദ്രയായിട്ടല്ല, ഫിസിക്കൽ മൃഗത്തിൻ്റെ മുദ്രയായിട്ട് കിടക്കുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് 3 നായ്ക്കളെ ദൈവം തന്നിട്ടുണ്ട്. അതിൽ 2 റോഡ് വീലറാണ്, 1 ബെൽജിയം മൽനോയ്സ് ആണ്. ഇതിൽ 3നും മുദ്ര എടുത്തിട്ടുണ്ട്. ആ മുദ്ര എന്ന് പറയുന്നത് ഒരു ചിപ്പാണ്, ഒരു നീളം കൂടിയ അരിമണിയുടെ അത്രയുള്ള ഒരു ചിപ്പാണ്. ആ ചിപ്പ് ഇൻസർട്ട് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് അംഗീകാരം, ആ നായ്ക്ക് അംഗീകാരം കിട്ടത്തുള്ളൂ. അത് മൃഗത്തിൻ്റെ മുദ്രയാണ്, അത് മൃഗത്തിന് ഇരുന്നോട്ടേന്നേ. ഹല്ലേലൂയ. അത് സ്പിരിച്വലി ആയിട്ടുള്ള മുദ്രയല്ല, അത് മൃഗത്തിൻ്റെ മുദ്ര, അത് മൃഗത്തിൻ്റെ ഐഡിയ. കഴിഞ്ഞ ഒരു 2 ആഴ്ച മുമ്പ് എനിക്ക് ആ ക്ലബിൽ നിന്ന് ഒരു വാട്സപ്പ് വന്നു. അതിങ്ങനെയായിരുന്നു. അതിൽ ഒരു ഭാഗം ഇതാണ്: ആ സർട്ടിഫിക്കറ്റ് വേണമെങ്കിൽ അവിടെ എഴുതിയിരിക്കുകയാണ്, അതായത് നമ്മൾക്ക് പുതിയ നായ്ക്കുട്ടികൾ ജനിക്കുമ്പോൾ അതിനൊക്കെ സർട്ടിഫിക്കറ്റ് വേണം. അത് ഹൈ കോസ്റ്റ് ആയിട്ടുള്ള വലിയ വിലയുള്ള നായ്ക്കുട്ടികളാണ്. അപ്പോൾ അതിനൊക്കെ സർട്ടിഫിക്കറ്റ് വേണം. അപ്പോൾ സർട്ടിഫിക്കറ്റ് വേണമെങ്കിൽ അവർ എഴുതിയിരിക്കുകയാണ്, ഒരു നിബന്ധനയാണ്: എല്ലാ സർട്ടിഫൈഡ് പെൺ നായ്ക്കൾക്കും, ബ്രാക്കറ്റിലും മദർ ഡോഗ്, ചിപ്പ് ഘടിപ്പിച്ചിട്ടുണ്ടായിരിക്കണം. ചിപ്പ് ഘടിപ്പിച്ചിട്ടുണ്ടായിരിക്കണം. അങ്ങനെ ചെയ്തിട്ടില്ലാത്ത പക്ഷം നൽകിയിരിക്കുന്ന അപേക്ഷ റദ്ദാക്കുന്നത് ആയിരിക്കും. എവിടെ? മൃഗത്തിൽ. ഹല്ലേലൂയ. ഇനി ഈ മൃഗത്തിന്റെ മുദ്ര നമ്മുടെ മേലേക്ക് വരും അടുത്ത സ്റ്റേജിൽ. എപ്പോ? ഈ മൃഗം ഭരിക്കാൻ തുടങ്ങുമ്പോൾ. അതേത് മൃഗമാ? 666 എന്ന് പറയുന്ന മാൻ ഓഫ് സിൻ, ഈവിൾ പെർഫെക്ഷൻ ഭരിക്കാൻ തുടങ്ങുമ്പോൾ ഇത് ആ സാധാ മൃഗത്തിൽ ഒതുക്കത്തില്ല, നമ്മളിലേക്കും വ്യാപരിക്കുന്ന ഒരു തലം വരുവാനായിട്ട് ഇടയാകും. ഹല്ലേലൂയ. അപ്പൊ ഈ ചിപ്പ് ഞാൻ കണ്ടിട്ടുണ്ട്. അത് അവര് ചിപ്പോട് കൂടെ ചേർന്നാണ് അവർ അയക്കുന്നത്. അത് ഈ നായ്ക്കളുടെ അല്ലെങ്കിൽ പൂച്ചകളുടെ എന്തായിക്കോട്ടെ, അതിൻ്റെ ഉള്ളിൽ, സ്കിന്നിൻ്റെ ഉള്ളിൽ ഇൻസർട്ട് ചെയ്യണം. പിന്നെ ചുമ്മാ അവർ സ്കാൻ ചെയ്താൽ മതി. ആ ഡോഗിനെ കുറിച്ചുള്ള എല്ലാ ഇൻഫർമേഷനും അവരുടെ സിസ്റ്റത്തിൽ ആയിക്കഴിഞ്ഞു. ഇതിന് നമ്മൾ പറയും കൈസറ. അവർ പറയും കൈസറൊന്നും വേണ്ട, ചുമ്മാ സ്കാൻ ചെയ്യും, അവർക്ക് ഫുൾ ഡീറ്റെയിൽ കിട്ടും. പേരൊന്നും വേണ്ട, നമ്പറിലൂടെ, ഒരു IP നമ്പറിലൂടെ കാര്യങ്ങളെല്ലാം ക്ലിയർ ആയിട്ട് അവർക്ക് മനസ്സിലാകും. നമ്മളും ഇന്റർനെറ്റിലെ ഒരു ഗാഡ്ജറ്റ് പോലെ, ഒരു ഉപകരണം പോലെ, ഒരു നമ്പറിലായിരിക്കും അറിയപ്പെടുന്നത്. നമ്മളിലേക്ക് വരുമ്പോൾ ഇത് നമ്മളെ ട്രാക്ക് ചെയ്യാൻ വേണ്ടി
കൂടി ഇവർ ഉപയോഗിക്കാനായിട്ട് ഇടയാകും. So, dear brother, there is a question of whether the mark of the beast will be something spiritual alone or whether it will be on a physical realm as well. And what the pastor is saying is that it will also be in a physical realm, because pastor already has 3 dogs, and this kind of system already exists in this world. It is just that it's not used for humans. Pastor has 3 dogs, and all these 3 dogs has some kind of a chip attached to it inside his skin, and he got that even when he bought the dogs. It came with this chip, and when one of pastor's dogs gave birth, and he has to register the new dog again with the club, and recently a club has sent a circular and which says that if you want to register your new puppy, newborn puppy, then the mother of the puppy should have this chip attached to it. So you can see that this chip is being used to exclude even puppies if the mother does not have that. So you can see that right now the system is already in this world for animals. When the man of sin, that is the perfection of sin, is revealed into this world, he will try to extend the system even for human beings. And this is for dogs. We don't even need to tell him that the name of the dog is Kaiser or anything like that. They will just scan the chip and it has a number, and from that number they will get all the information about the dog. So in the same way, when this is extended to human beings, like devices attached to the internet, each human being will have a number, and with that they will be able to scan and understand about these human beings. So this thing will be used to, just like it is used for the puppies, it will be again used for human beings, try to exclude human beings from transactions and all those and try to detect human beings. ഇതാ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, ഇത് നമ്മളിലേക്ക് വരുമ്പോൾ ഇത് എങ്ങനെയാണെന്ന് നമുക്കറിയത്തില്ല. ചിലപ്പോൾ ഇതിൻ്റെ ഹയർ വെർഷൻ ആയിരിക്കാം, ചിലപ്പോൾ ഇതൊരു QR കോഡ് എന്നുള്ള നിലയിലായിരിക്കാം, അല്ലെങ്കിൽ ഏത് നിലയിലായാലും നമ്മൾ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക, ഈ സൈൻ ശ്രദ്ധിക്കുക. ഒന്ന് മാൻ ഓഫ് സിൻ റിവീലാകും. അപ്പോൾ തന്നെ ഇതിൻ്റെ ആ ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറയുന്നത് വിൽക്കാനോ വാങ്ങാനോ കഴിയാതെ നമ്മളെ ഈ ലോകത്തിൻ്റെ എക്കോണമിയിൽ നിന്ന് പുറന്തള്ളുന്നതായിരിക്കും. അത് അകത്താകട്ടെ പുറത്താകട്ടെ നാം സൂക്ഷിക്കുവാനായിട്ട് ഇടയാകണം. പിന്നെ വന്ന ചോദ്യവുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ ഈ ലോകത്തിലെ ട്രാൻസ്ലേഷനുകളിൽ എല്ലാം ആധികാരികമായി ചെക്ക് ചെയ്യേണ്ടത് അതിൻ്റെ ഒറിജിനൽ ലാംഗ്വേജ്. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം, ഇതാ ഗ്രീക്ക് ബൈബിൾ കാണാം, ഗ്രീക്ക് ഇംഗ്ലീഷ് ബൈബിളിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അവിടെ എന്താണ് ഗ്രീക്കിൽ പറഞ്ഞിരിക്കുന്നതെന്ന് അതിൻ്റെ നേരെ താഴെ അതിൻ്റെ ഇംഗ്ലീഷും രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. ഇൻ കേസ് നമുക്കത് മനസ്സിലാകുന്നില്ല എങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആ ഗ്രീക്ക് വേർഡ് അങ്ങനെ തന്നെ കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തിട്ട് നേരെ ഗൂഗിൾ ട്രാൻസ്ലേഷനിലേക്ക് കൊണ്ട് ഇട്ടുകൊടുക്കുക. അങ്ങനെ ഗൂഗിൾ ട്രാൻസ്ലേഷനിലേക്ക് ഇടുമ്പോൾ അതിൻ്റെ യഥാർത്ഥ അർത്ഥം ആരുടെയും ഒരു സ്വാധീനമില്ലാതെ നമുക്കവിടെ മനസ്സിലാക്കാനായിട്ട് ഇടയാകും. ഇവിടെ നിങ്ങൾ സ്ക്രീനിലേക്ക് നോക്കുമ്പോൾ കാണുന്നത് നാം ചിന്തിക്കാൻ പോവുകയാണ്. So dear brothers, even though this current technology uses chips and all, in the future it may be more advanced like QR code or something like that. So dear brothers, the message is don't get hyper focused on how this mark will be. Just understand the 2 effects. One, the man of sin is revealed first, and only then this mark will come. And secondly, this mark will exclude us from the economy of the from the regular economy. So dear brothers, this is what you should be focused on. Don't try to be focused on how exactly this mark will be, whether it will be under the skin, whether it is physical or spiritual or anything like that. Secondly, what pastor is trying to demonstrate here is how to understand the actual meaning of the text. When we have some confusion about this text, what we should do is we should go to the first Greek interlinear or Hebrew interlinear, that is the source text. And pastor has shared the screen over here, and here we can see that the Greek interlinear, and we can see the Greek text, and below that exactly the English meaning of that text. So if you have any confusion about particular word or something like that, what pastor is suggesting is that we copy that
and put it into the Google Translate, and Google Translate will translate and give you the meaning of that word. So in this way, what will happen is we will be able to get the text without the biases of the translator getting involved. പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾക്ക് ഇവിടെ കാണാം ദ ഗ്രീക്ക് ഇംഗ്ലീഷ് ബൈബിളാണ് നിങ്ങൾക്ക് കാണുന്നത്. ഗ്രീക്കിൽ നിന്നാണ് വരുന്നത്. ഇതാണ് വെളിപ്പാട് 13:16 എൻ്റെ റെഫറൻസ് കൊടുത്തിരിക്കുന്നു. എനിക്കിത് വായിക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ട്. ഞാനിത് വായിക്കാൻ ശ്രമിക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ ബൈബിളിൽ നിന്ന് എൻ്റെ കമ്പ്യൂട്ടറിൽ നിന്ന് വായിക്കാം. കാരണം ഇത് കാണാനായിട്ട് ഇച്ചിരി പ്രയാസം പോലെ തോന്നുന്നു. ഹല്ലേലൂയ. അവിടെ ആദ്യം ഇന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. അവിടെ എഴുതിയിരിക്കുകയാണ് ആൻഡ് ഹീ എന്ന് വെച്ചാൽ ആൻറ്റിക്രൈസ്റ്റ്. ഹി causes all the small and the great and the rich and the poor and the free and the bondmen, that there should be given to them an imprint upon. ശ്രദ്ധിക്കുക, ഈ വേർഡ് എന്ന് വെച്ചാൽ അപ്പോൺ മീൻസ് എപ്പി എന്ന വേർഡാണ് ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ശ്രദ്ധിക്കുക, എപ്പി എന്ന വേർഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൺ, ഹാൻഡ് ദയർ റൈറ്റ് ഓർ അപ്പോൺ വീണ്ടും ഉപയോഗിച്ചിരിക്കുന്നത് എപ്പി എന്ന വേർഡാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഗ്രീക്ക് വേർഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഫോർ ഹെഡ്സ്. അപ്പോൾ ഇതില്ലാതെ വാങ്ങാനോ വിൽക്കാനോ പറ്റുകയില്ല എന്ന് പറയണേ. അപ്പോൾ ഈ എപ്പി എന്ന വേർഡ് ഈ ഒരു സ്ഥലത്ത് മാത്രമല്ല, ഈ മാർക്ക് ഓഫ് ദ ബീസ്റ്റ് എവിടെയൊക്കെ പറഞ്ഞിട്ടുണ്ടോ, അടുത്ത അധ്യായം 14 അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്, വെളിപ്പാട് ദിവസം 20 അധ്യായം 4 വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 14:9, 20:4 ഇവിടെ എല്ലാം നമ്മൾ പരിശോധിച്ചാൽ എപ്പി എന്ന വേർഡാണ് ഉപയോഗിക്കുന്നത്. ഈ എപ്പി എന്ന വേർഡെന്ന് അതിൻ്റെ അർത്ഥം അപ്പോൺ, ഓൺ എന്നാണ് അർത്ഥം. ഇന്ന് എന്നാണെങ്കിൽ അവിടെ വരേണ്ടത് എപ്പി അല്ല, എൻ എന്ന ഗ്രീക്ക് വേർഡാണ് വരേണ്ടത്. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ഇത് എന്തിനത് പറഞ്ഞെന്ന് വെച്ചാൽ കൺഫ്യൂഷൻ ഇല്ലാതെ ഇരിക്കാൻ വേണ്ടിയാണ്. ഞാൻ സ്ക്രീനിൽ കൊണ്ടുവരാം. So, dear brothers, what Pastor has demonstrated really is to how to read the interlinear and try to avoid confusion. So here in the shared screen that you have, please notice that Pastor has shared the screen for interlinear for Revelation chapter 13 verse 16. And here we see the Greek text, and below that we see the English text. Let me read it. It says, and he causes all the small and the great and the rich and the poor and the free and the bondmen, that there should be given to them an imprint upon and the right. So you can see that above the word upon there is a Greek text which is epi, and that epi is being translated as upon the hand, the right, or again upon, here again it is epi, upon foreheads there. So what this word upon means is, epi means is actually upon. If it should have been in, it should have been en. So again, not only in this place, in other places as well, similar epi again is used. So dear brothers, it looks like the actual correct translation should be on and not in. And this is basically a demonstration of how to go to the original text to clarify such confusions. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണാം, ആ പർട്ടിക്കുലർ ഭാഗം മാത്രം റെഡ് റൗണ്ട് ഇട്ടിരിക്കുന്നത് കാണാം. ശ്രദ്ധിക്കുക, റെഡ് റൗണ്ട് ഇട്ടിരിക്കുന്നത് കാണാം. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ആ റെഡ് റൗണ്ട് ഇരിക്കുന്ന ഭാഗത്തെ ആ ഭാഗം ഞാൻ അങ്ങ് കോപ്പി ചെയ്യാൻ പോവുകയാണ്. ഇത് കണ്ടോ, ഈ ഭാഗമാണ് എപ്പി എന്ന്, അതിൻ്റെ അർത്ഥം ക്ലിയർ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് ഉപയോഗിക്കുന്ന ധാരാളം വാക്കുകൾ ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനത് കോപ്പി ചെയ്തിട്ട് നിങ്ങൾ എങ്ങനെയാണ് ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്നാണ് ഇവിടെ കാണിച്ചു തരുന്നത്. എവിടെയെങ്കിലും സംശയം വരുമ്പോൾ നിങ്ങൾ അവിടെ ചെയ്യേണ്ടത്, ഞാനിവിടുത്തെ കോപ്പി ചെയ്യുന്നു. ഇത് കോപ്പി ചെയ്തിട്ട് എപ്പി എന്ന ഭാഗം കോപ്പി ചെയ്ത് നേരെ ഗൂഗിൾ ട്രാൻസ്ലേഷനിലേക്ക് പോകുന്നു. ഗൂഗിൾ ട്രാൻസ്ലേഷനിലേക്ക് പോയിട്ട് ഞാൻ അവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ നോക്കിക്കോളൂ. പേസ്റ്റ് ചെയ്തു, എപ്പി പേസ്റ്റ് ചെയ്തപ്പോൾ ഉടനെ അതിൻ്റെ അർത്ഥം വന്നു ഇന്നെന്നല്ല ഓൺ. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. ഇങ്ങനെയാണ് നാം കറക്റ്റായിട്ട് കാര്യം മനസ്സിലാക്കി എടുക്കേണ്ടത്. ഇനി ഇന്ന് നമുക്ക് വേണമെങ്കിൽ അത് വേറെയാണ് അർത്ഥം. ആ അർത്ഥം നാം മനസ്സിലാക്കി. എൻ എന്ന് പറയുന്ന ഗ്രീക്ക് വേർഡാണ് ആ ഇന്നെന്നുള്ള ഭാഗത്ത് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതാണ് നിങ്ങൾക്ക് താഴെ ഇനി വീണ്ടും കാണാം. നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇന്നെന്ന് ഉപയോഗിക്കുന്നത് വേറെയാണ്. നിങ്ങൾക്ക് സ്ക്രീനിൽ ഇവിടെ കാണാം. അതിൻ്റെ ഗൂഗിൾ ട്രാൻസ്ലേഷൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. മത്തായി 1:20 അവിടെ എഴുതിയിരിക്കുന്നു, അവൾ ഗർഭിണിയാകുന്നത് പരിശുദ്ധാത്മാവിനാൽ ആകുന്നു. അത് ഇന്നാണ് ഉപയോഗിക്കുന്നത്, ഓണല്ല.
ഹല്ലേലൂയ, ഇന്നാണ് ഉപയോഗിക്കുന്നത്. ആ ഇന്നിന് അവിടെ കൊടുത്തിരിക്കുന്ന വേർഡ് എപ്പി എന്നല്ല, പകരം എൻ എന്ന ഗ്രീക്ക് വേർഡാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ എൻ എന്നുള്ള ഗ്രീക്ക് വേർഡാണ് ഇന്നിന് ഉപയോഗിക്കുന്നത്. എപ്പി എന്നുള്ള ഗ്രീക്ക് വേർഡാണ് ഓൺ അല്ലെങ്കിൽ അപ്പോൺ ഇതിനെ ഉപയോഗിക്കുന്നത്. അപ്പം നമുക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ കയ്യിലിരിക്കുന്ന എല്ലാ ബൈബിളിലും ട്രാൻസ്ലേഷനുകളാണ്. എവിടെയും കൺഫ്യൂഷൻ വന്നാൽ നേരെ പോകേണ്ടത് നേരെ അതിൻ്റെ ഗ്രീക്ക് അല്ലെങ്കിൽ ഹെബ്രായ മാനുസ്ക്രിപ്റ്റ്, അത് ഒറിജിനലിലേക്ക് നമ്മൾ കടന്നു പോയാൽ റൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഇടയാകും. പിന്നെ വേറൊരു കാര്യം ഓർപ്പിക്കട്ടെ, ഇത് പുറത്തായാലും അകത്തായാലും നമ്മളത് എടുക്കാൻ പോകരുത്. വ്യക്തമായി കാര്യം മനസ്സിലാക്കുക. ആത്മാവിൻ്റെ നിയമത്തിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ ആത്മാവിൻ്റെ നിയമത്തിലാണ് നിൽക്കുന്നതെങ്കിൽ ഈ കാര്യം വരുന്നതിന് മുമ്പ് ദൈവം നിങ്ങളുടെ ഹൃദയത്തിൽ ഇത് അറിയിച്ചിരിക്കും. ഹല്ലേലൂയ, ദൈവം സഹായിക്കട്ടെ. So dear brothers, Pastor has right now demonstrated through the shared screen how to actually check what is the correct word over there. So Pastor first took that verse and he looked at that particular word. He clicked on that word and he saw the concordances of that word, wherever all the places where that word epi is used. Then he copied that particular word. In all the places this word epi is used, again it is on and not in. And then again, to further clarify, he copied that epi word, Greek word, and pasted it in the Google Translate. And the Google Translate again showed that it is on and not in. So dear brothers, looks like the correct translation is on. Again, if we wanted the word in, it should have been in. And again, Pastor showed an example for that. So dear brothers, so we can see that if we have any confusion regarding what is the correct translation for a particular verse, don't first go to the English verses. First go to the original source, that is Greek or Hebrew interlinear, and try to see try to understand yourself what is the correct translation. But more important than this, a more important message is that don't be fixated on whether this mark will be on or in, on or under the skin. The important thing to note is that first, whether it is on or under the skin, you should not take it. Important thing to note is that we should be guided by the law of the Spirit. If we are guided by the law of the Spirit, then the Holy Spirit will guide us and let us know beforehand what is when this situation is going to arise. പ്രിയ സഹോദരങ്ങളെ, ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഇന്ന്, ഇൻ ടു, വിത്ത്, ആഫ്റ്റർ, അപ്പോൺ, ഓൺ, ഇതെല്ലാം ഇംഗ്ലീഷിലെ അല്ലെങ്കിൽ ഭാഷയിലെ പ്രിപ്പോസിഷൻസ് ആണ്. ഇതാ നിങ്ങൾക്ക് ആർക്കെങ്കിലും പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇതാ ഇംഗ്ലീഷ്, ഗ്രീക്ക് പ്രിപ്പോസിഷൻ ഇവിടെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ ഇപ്പോൾ സംശയം പറഞ്ഞ 2 വാക്കുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഇന്നാണെന്ന് പറഞ്ഞു. ഇന്നിനെ സംബന്ധിച്ച് ഇംഗ്ലീഷിലെ ഇൻ എന്ന് പറയുന്നത് ഗ്രീക്കിലെ എൻ ആണ്. ഹല്ലേലൂയ. അതോടൊപ്പം തന്നെ അപ്പോൺ അല്ലെങ്കിൽ ഓൺ എന്ന് പറയുന്നത് ഗ്രീക്കിലെ എപ്പി ആണ്. ഹല്ലേലൂയ. അപ്പോൾ ഇത് നമ്മളൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് കൺഫ്യൂഷനൊക്കെ ഒഴിവാകും. ഫോട്ടോ എടുക്കേണ്ടവർക്ക് ഫോട്ടോ എടുക്കാം, പഠിക്കേണ്ടവർക്ക് പഠിക്കാം, മനസ്സിലാക്കേണ്ടവർക്ക് അത് മനസ്സിലാക്കാവുന്നതാണ്. ഹല്ലേലൂയ. ദൈവം നിങ്ങളെ ഏവരെയും സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. So dear brothers, Pastor has also shared a screen with the various prepositions, that is these in, into, out of, from, upon, all these words. Pastor has shared a list of all the prepositions, these words in English and their corresponding Greeks. And we can again, if you want to learn further, please take a screenshot of this, and we can see that in is N and upon, on is epi. ദൈവസന്ധം എഴുന്നേക്കാൻ പ്രാർത്ഥിക്കാം. കേട്ട വചനത്തിൻ്റെ മുമ്പാകെ നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. ആറിൽ നമ്മൾ കുരുങ്ങുന്നതിന് മുമ്പ്, 666 ആകുന്നതിന് മുമ്പ് 7ലേക്ക് രക്ഷപ്പെട്ടുകൊള്ളുക. ജഡം നിന്നെ പിടിക്കുന്നതിന് മുമ്പ് ആത്മാവിലേക്ക് രക്ഷപ്പെട്ടുകൊള്ളുക. സ്വർഗത്തിന്റെ മാഗ്നറ്റ്, ആ ഹെവൻലി അട്രാക്ഷൻ തൻ്റെ തിരുവചനം കൊണ്ട്, ദൈവരാജ്യ മൊഴികൾ കൊണ്ട് ദൈവം നമ്മളെ അട്രാക്ട് ചെയ്യുകയാണ് തൻ്റെ ഭവനത്തിലേക്ക്. ദൈവജനം 6ൽ കിടക്കേണ്ടവരല്ല, അവർ 7ലേക്ക് പോകേണ്ടവരാണ്. ദൈവജനത്തിനൊരു സബത്ത് അനുഭവം ശേഷിച്ചിരിക്കുന്നു.
നമ്മളെ അങ്ങോട്ട് കൊണ്ടുപോകാനാണ്. നമ്മളെ ഇവിടെ നിന്ന് കുടുങ്ങിയ നമ്മളെ വിലയ്ക്ക് വാങ്ങാനാണ് തൻ്റെ പുത്രനായ ക്രിസ്തുവെ അയച്ചത്. ക്രിസ്തു തൻ്റെ രക്തം കൊടുത്താണ് വിലയ്ക്ക് വാങ്ങിയത്. ആർക്കു വേണ്ടിയും ദൈവത്തിന്റെ വചനം പറയുന്നു, ഏഴിലുള്ള അപ്പന് വേണ്ടിയാണ് വിലയ്ക്ക് വാങ്ങിയത്. സ്വർഗമണ്ഡലത്തിലുള്ള അപ്പന് വേണ്ടിയാണ്, സ്വർഗസ്ഥനായ പിതാവിന് വേണ്ടിയാണ് വിലയ്ക്ക് വാങ്ങിയത്. എന്നാലും പോകാൻ വിസമ്മതിച്ചു നിൽക്കുന്ന കുട്ടികളെ പോലെ നാം ആയിത്തീരരുത്. ക്രിസ്തു 25 പ്രാവശ്യത്തിലധികം 4 സുവിശേഷങ്ങളിൽ പറഞ്ഞു കഴിഞ്ഞു, ഫോളോ മീ, എന്നെ അനുഗമിക്കുക. എവിടെ നിന്ന് എങ്ങോട്ട്? 6 നിന്ന് 7 ജഡത്തിൽ നിന്ന് ആത്മാവിലേക്ക്. അതുകൊണ്ട് പ്രിയ മക്കളെ, നമുക്ക് പിൻപിലുള്ളതിനെ മറന്ന് മുൻപിലുള്ളതിനെ ലക്ഷ്യമാക്കി ക്രിസ്തയേശുവിൽ ദൈവത്തിന്റെ പരമുള്ളിയുടെ വിരുദ്ധനായി ആ അപ്പന്റെ അടുക്കിലേക്ക് നമുക്ക് ചെല്ലാം. യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാണ്, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. ആ കാത്തിരിക്കുന്ന അപ്പന്റെ അടുക്കലേക്ക്, ആ സബത്ത് അനുഭവത്തിലേക്ക് നമുക്ക് യാത്രയാകാം. ലോകത്തിന്റെ ഏത് കോണിൽ നിന്ന് മകനെ നീ ഇത് കേൾക്കുവാൻ ദൈവം കരുണ ചെയ്തോ, നീ അനുഗ്രഹിക്കപ്പെട്ടവനാ, അതുകൊണ്ടാണ് നീ ഇത് കേട്ടത്. അതുകൊണ്ട് പിൻപിലുള്ളതിനെ മറന്ന് മുൻപിൽ ലക്ഷ്യമാക്കി യാത്ര പോകാം. ഒരു തീരുമാനമെടുത്താട്ടെ. ഇനി ഞാനുമായിട്ടില്ല നിങ്ങളുടെ കാര്യം, സ്വർഗീയ പിതാവുമായി ക്രിസ്തുവുമായ നിങ്ങളുടെ കാര്യം തൻ്റെ ആത്മാവിനെ അനുസരിച്ച് പോകാൻ ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, അങ്ങ് തന്ന വചനത്തിനായി നന്ദി. അങ്ങയുടെ സ്നേഹത്തിന്റെ ആ ഹെവൻലി മാഗ്നറ്റിനായി നന്ദി. അങ്ങ് ഞങ്ങൾക്ക് പൊഴിച്ചു തരുന്ന വചനത്തിനായി നന്ദി. ഞങ്ങളുടെ സംശയങ്ങളും കൺഫ്യൂഷനുകളും മാറ്റിത്തരുന്നതിനായി നന്ദി. എല്ലാം അങ്ങയുടെ ദാനമാണ്, എല്ലാം അങ്ങയുടെ കരുണയാണ്. ഞങ്ങൾ അങ്ങിൽ ആശ്രയിക്കുന്നു. ഈ വചനം കേട്ട് വീണ്ടും ജനം പിൻപിൽ പിടിച്ചു നിൽക്കാതെ പിൻപിലുള്ളതിനെ മറന്ന് മുൻപിലുള്ളതിനെ ലക്ഷ്യമാക്കി മുന്നോട്ടേക്ക് പോകുവാൻ, ക്രിസ്തുവെ അനുഗമിക്കാൻ അങ്ങ് ഇവർക്ക് കൊടുത്ത ആഹ്വാനത്തിനായി നന്ദി. അതിനായി മക്കളെ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ നല്ല പിതാവേ, ഇരുൾ ഞങ്ങളെ പിടിക്കുന്നതിന് മുമ്പ് വെളിച്ചത്തിന്റെ മക്കളായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഈ മക്കളെ ഏവരെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഇവരുടെ സകല താൽക്കാലിക ഭൗതിക ആവശ്യങ്ങളും, മാനസിക ആവശ്യങ്ങൾ, സാമ്പത്തിക ആവശ്യങ്ങൾ, ശാരീരിക ആവശ്യങ്ങൾ എല്ലാം അങ്ങയുടെ മുൻപിൽ ഇതാ നിരത്തുകയാണ്. സകലത്തിന് പരിഹാരം അങ്ങിലുണ്ടല്ലോ. അങ്ങനെ ചെയ്യുന്നതിനായി നന്ദി. ഞങ്ങളെ ശക്തനാക്കുന്ന അങ്ങയുടെ സിസ്റ്റത്തിനായി, ക്രിസ്തുവിലുള്ള ആ പുതിയ സൃഷ്ടിപ്പിനായി നന്ദിയോടെ ഞങ്ങൾക്ക് സ്തോത്രം ചെയ്യുന്നു. സർവ്വമഹത്വം അങ്ങേക്ക് തരികയാണ്. ഇതാ ജീവിതത്തിൽ വിഷമത്തോടെ സങ്കടത്തോടെയൊക്കെ ആയിരിക്കുന്ന മക്കള്, തങ്ങളുടെ വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെ ദൈവസന്നിധിയിൽ ഉയരട്ടെ. ദൈവത്തിന്റെ കരം നിങ്ങളുടെ മേൽ കാണപ്പെടുവാനിടയാകട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ എനിക്ക് തന്നിരിക്കുന്ന ആത്മീയ അധികാരത്തിൽ നിന്നുകൊണ്ട് ഈ ജനം ദൈവസന്നിധി ഉയർത്തിയ വിവരങ്ങളുടെ എല്ലാ വിഷയങ്ങളുടെ മേല് ദൈവത്തിന്റെ കരം കടന്നു വരുവാനായിട്ട് ഇടയാകട്ടെ. ദൈവത്തിന്റെ അനുഗ്രഹം കടന്നു വരുവാനായിട്ട് ഇടയാകട്ടെ. രോഗികളായ വ്യക്തികൾ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇപ്പോൾ സൗഖ്യം പ്രാപിക്കട്ടെ എന്ന് കൽപ്പിക്കുകയാ. ദൈവത്തിന്റെ സൗഖ്യം നിങ്ങളുടെ ജീവിതത്തിൽ നിത്യം ഒരു സൗഖ്യദായകമായി തീരുവാനിടയാകട്ടെ. സർവ്വമഹത്വം സ്വർഗീയ പിതാവ് അങ്ങേക്ക് തരുന്നു, യേശു ക്രിസ്തുവിനും നാമത്തിൽ തന്നെ. ദൈവം അവരെ സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. ട്രാൻസ്ലേറ്റ് ചെയ്യുവാൻ ദൈവം ഉപയോഗിച്ച മകനായ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ സന്ദേശം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, അവരും ഒരുക്കപ്പെടുവാനായിട്ട് സഹായിക്കുക. ദൈവം അവരെ സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. കടന്നു എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. ദൈവം സഹായിക്കട്ടെ.